ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ചില അടിയന്തര ചർച്ചകൾ റഷ്യയുമായി ഇന്ത്യ തുടങ്ങിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗൾഫ് മേഖലയിലെ സംഘർഷം തന്നെയാണ്. ഈ സംഘർഷം ഇത്തരത്തിൽ നീണ്ടുപോവുകയാണ് എങ്കിൽ സ്വാഭാവികമായി തന്നെ ക്രൂഡ് ഓയിലിനെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഇന്ത്യക്ക് അത് ഏറെ ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാനുള്ള ഒരു നീക്കത്തിന് എല്ലാ കമ്പനികൾക്കും അനുമതി ഇന്ത്യ നൽകി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ഈ ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ പല ഇന്ത്യൻ കമ്പനികൾക്കും റഷ്യയിൽ നിന്നും എണ്ണ കൊണ്ടുവരുവാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ മാറിയ സാഹചര്യത്തിൽ എല്ലാ കമ്പനികൾക്കും ഈ ഉപരോധം നിലനിൽക്കെ തന്നെ എണ്ണ കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഇന്ത്യ കരുതുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇന്ത്യ ഇപ്പോൾ റഷ്യയുമായി നടത്തിയിരിക്കുന്നത്. റഷ്യയ്ക്കും ഇതിനകത്ത് അനുകൂലമായ ഒരു നിലപാടാണ്. ഒപ്പം തന്നെ ആയുധങ്ങൾ S-400 അടക്കം കൂടുതലായി എത്തിക്കുന്നതിനുള്ള ചർച്ചകളും പുരോഗമിക്കുന്നു. നിലവിൽ ഇന്ത്യയുടെ പക്കൽ 75 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ശേഖരമുണ്ട്. അത് പോരാതെ വരും, കൂടുതൽ ക്രൂഡ് ഓയിൽ ശേഖരിക്കേണ്ടതായിട്ട് വരും. കൂടുതൽ പ്രതിസന്ധി ഉണ്ടാവുകയാണ് എങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് നിർത്തിവെച്ചുകൊണ്ട് ഉള്ള ഒരു നീക്കം നടത്തും. ഒപ്പം തന്നെ ഗ്യാസിനും മറ്റും ക്ഷാമം നേരിടുകയാണെങ്കിൽ അത് ഒരു ടോക്കൺ അടിസ്ഥാനത്തിലോ ഇല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു കണക്കിലേക്ക് പോകും, അതായത് നിശ്ചിത എണ്ണം സിലിണ്ടറുകൾ മാത്രമേ നൽകൂ എന്ന ഒരു രീതിയിലേക്ക് റേഷനിങ് സമ്പ്രദായത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ചില ദേശീയ മാധ്യമങ്ങൾ പറയുന്നു. അതിൽ ഇപ്പോൾ സ്ഥിരീകരണമൊന്നും തന്നെ ഇല്ല. നിലവിൽ ഈ ക്രൂഡ് ഓയിലിന്റെ പ്രതിസന്ധി ഇന്ത്യ മറികടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കാരണം നിലവിൽ നമ്മൾ അവിടെ നിന്ന് റഷ്യയിൽ നിന്ന് എണ്ണ പൂർണ്ണമായി നിർത്തിയിരുന്നില്ല, കുറച്ചിരുന്നത് മാത്രമേ ഉള്ളൂ. 44% വരെയൊക്കെ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലും നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങുകയും ചെയ്തിരുന്നു. നിലവിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും എണ്ണ ലഭിക്കാതെ വരികയാണെങ്കിൽ ആ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണ എത്തിക്കുക എന്നുള്ളതാണ്. നിലവിൽ അതിന് അമേരിക്കയുടെ ഉപരോധം ബാധകമാവുകയുമില്ല. കാരണം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എണ്ണയെ മാത്രം ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നത്, അതായത് 80% ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് മുൻപോട്ട് പോകുന്ന രാജ്യമെന്ന നിലയിൽ അതിന് സ്വാഭാവികമായി തന്നെ എണ്ണ ഇറക്കുമതി ചെയ്യാൻ കഴിയും. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഊർജ്ജ ആവശ്യങ്ങൾ, പൗരന് ആവശ്യമുള്ള ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആരുമായും ഞങ്ങൾ സഖ്യത്തിൽ ഏർപ്പെടും, ആരുമായി തന്നെ ഞങ്ങൾ ഇത്തരം വ്യാപാരങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിൽ നിന്നും എണ്ണ സംഭരിക്കാനുള്ള നീക്കം ഇന്ത്യ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.